ഹലോ ഗൈസ്, ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് വലിയൊരു കണ്ടന്റാണ്. അതായത് ഇത് മേക്ക് ചെയ്യുന്ന രീതി എന്തില്ല കാണിക്കുന്നത്, ഇത് എന്താണ് സംഭവം എന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ആദ്യം തന്നെ എന്താണ് സംഭവം എന്ന് ഞാൻ പറയുന്നില്ല, അതിനായിട്ട് ചെറിയൊരു വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വേഗം വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ബാക്ക് ടെക് ബ്രോ. ദാരുണവും ദൗർഭാഗ്യകരവുമായൊരു സംഭവമാണ് കണ്ണൂരിൽ നടന്നിരിക്കുന്നത്. ഫയർ സ്റ്റേഷൻ തൊട്ടടുത്തുണ്ടായിട്ട് പോലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം കത്തിക്കൊണ്ടിരുന്ന കാറാണ് ആളുകൾ കാണുന്നത്. മാത്രമല്ല ഈ പിൻസീറ്റിൽ ഒരു പുരുഷനും 2 സ്ത്രീകളും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. മുൻസീറ്റിലിരുന്ന പൂർണ്ണ ഗർഭിണിയും വാഹനം ഓടിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നവരുടെ ഭർത്താവുമാണ് ഇപ്പോൾ പൂർണ്ണമായും മരിച്ചിരിക്കുന്നു. തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും പൂർണ്ണമായും പൊള്ളലേറ്റ് അവർ മരിച്ചിരുന്നു. ചെറുതായിട്ടൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം അതിന് പെട്ടെന്നൊരു തീപിടുത്തം പിടിച്ചാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമ്മളൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഈ ഡോറ് അൺലോക്ക് ആവുന്നില്ല, സീറ്റ് ബെൽറ്റ് അൺലോക്ക് ആവുന്നില്ല. അതായത് ഒരു കാറിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു തീപിടുത്തം പിടിച്ചാൽ ഈ ഡോറൊക്കെ ജാമായി കിടക്കും. ഇതിനൊരു സൊല്യൂഷനാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്കൂൾ ശാസ്ത്രങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ പേര് ഓട്ടോ സേവോടെക് ഓട്ടോമാറ്റിക് സേവിങ് ടെക്നോളജി. ഇങ്ങനൊരു സിസ്റ്റം ചെയ്യാനായിട്ട് ഇതിലൊരു സെൻസർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. MQ2 എന്നാണ് പറയുക, സ്മോക്ക് സെൻസറാണ്. അത് ഓട്ടോമാറ്റിക്കലി സ്മോക്ക് സെൻസ് ചെയ്തതിൻ്റെ ശേഷം ഡോർ അൺലോക്ക് ആവും, വിൻഡോ താഴും, സീറ്റ് ബെൽറ്റ് അൺലോക്ക് ആവും, ശബ്ദം ഉണ്ടാക്കും, അതായത് അലാറം. പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ സ്പ്രെഡ് ചെയ്യും. അതിൻ്റെ പകരം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഹ്യൂമിഡിറ്റി സ്പ്രേ ആണ്. അതായത് സ്പ്രേ അടിക്കുന്നത് പോലെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഒന്ന് നൈറ്റ് ഡ്രൈവ് ചെയ്യുകയാണ്. നമ്മളൊന്ന് ഉറങ്ങിപ്പോയാൽ അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം വണ്ടി ഓഫ് ആവും, ഇൻഡിക്കേറ്റർ ഓൺ ആകും, അവിടെയും ശബ്ദം ഉണ്ടാക്കും, അതായത് അലാറം. ഇങ്ങനെ ഒരു സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത്. നോർമൽ കാർ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ എല്ലാം മാനുവലായിട്ടും യൂസ് ചെയ്യാം. തീപിടുത്തം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഡോർ അൺലോക്കാവും, വിൻഡോ താഴും, സീറ്റ് ബെൽറ്റ് അൺലോക്കാവും, ശബ്ദം ഉണ്ടാക്കും, ഫയർ എക്സ്റ്റിങ്ക്വിഷൻ സ്പ്രെഡ് ചെയ്യും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. ഇതാണ് സ്മോക്ക് സെൻസർ, MQ2 എന്ന് പറയും. ഇതാണ് ഹ്യൂമിഡിറ്റി സ്പ്രേ. നോർമൽ കാറിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ ആണ് യൂസ് ചെയ്യുക. സ്മോക്കിന് പകരം കൊതുക് തിരിയാണ് യൂസ് ചെയ്യുന്നത്.
വർക്ക് ചെയ്യുന്ന വീഡിയോ കറക്റ്റ് കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതിന് ക്ഷമ ചോദിക്കുന്നു. ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ കത്തിപ്പോകുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അതിൽ ചിലതിലൊക്കെ ഉള്ളിൽ കിടന്ന് കത്തിപ്പോകുന്നത് നമ്മൾ നോക്കി നിൽക്കാനല്ലാണ്ട് നമ്മളെ കൊണ്ട് വേറെ എന്തോ ചെയ്യാൻ കഴിയുന്നില്ല. ഇതിൽ ചില സിസ്റ്റങ്ങളൊക്കെ ഇപ്പോൾ ചില കാറുകളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നായിട്ടൊരു സിസ്റ്റം ഒരു കാറിൽ വന്നാൽ നമുക്ക് ഒരു പരിധി വരെ ഈ തീപിടുത്തം കുറയ്ക്കാൻ സഹായിക്കും. ഓക്കെ, ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലത്തെ വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.